ഹായ് നമസ്കാരം. അങ്ങനെ ഞങ്ങൾ ഗുരുവായൂർ അമ്പല നടയിൽ നിന്നുള്ള മൂവി കണ്ട് ജസ്റ്റ് ഇറങ്ങി. ഇത് എങ്ങനെയുണ്ട് പടം? സൂപ്പർ മൂവി നല്ല അടിപൊളി ഫാമിലി എന്റർടൈനർ ആണ്. മസ്റ്റ് വാച്ച് ആണ്. നിർബന്ധമായിട്ടും തിയേറ്ററിൽ തന്നെ കാണാം. അല്ലെ ഇതോ ഭയങ്കര ഇഷ്ടമായി. പണ്ടൊക്കെ നമ്മള് കണ്ടിരുന്നില്ലേ നല്ല രസമുള്ള കോമഡി സിനിമ, കോമഡി എന്തൊക്കെയുണ്ട്. ഒരുപാട് സീരിയസ് ആയിട്ട് ചിരിച്ചു ഒരുപാട് ചിരിച്ചു പറഞ്ഞാൽ പൃഥ്വിരാജും നമ്മളെ ബേസിലും സൂപ്പർ ആയിട്ടുണ്ട്. എന്ത് രസമാണ്. എല്ലാരും നന്നായില്ലേ? എല്ലാരും. പക്ഷെ പൃഥ്വിരാജും ബേസിലും നന്നായിട്ടുണ്ട്. അതായത് ഇതില് എങ്ങനെ വെച്ചാല് ജഗദീഷ്, ബൈജു ഇവരൊക്കെ അവര് അച്ഛൻ കഥാപാത്രമാണ് അവതരിപ്പിക്കുന്നത്. ഇതോ ജഗദീഷ് ബൈജു. പക്ഷെ ശരിക്കും നമ്മളവര് പറഞ്ഞ ഒരു പച്ചൻ കഥാപാത്രം അവതരിപ്പിക്കാനായിരുന്നു. ശരിക്കും അവര് പണ്ട് അവതരിപ്പിച്ചിട്ടുള്ള കഥാപാത്രം അതേ കഥയാണ്, അതേ ടൈപ്പ് ഓഫ് കഥ. അവര് ജഗദീഷും ബൈജു ഒക്കെ പണ്ടുണ്ടായിരുന്നില്ലേ, അളിയനും മറ്റവരൊക്കെ ആയിട്ടുള്ള സിനിമകള്. അവര് ആ ചെറുപ്പക്കാർ ആ റോള് ചെയ്തത് ബേസിലും പൃഥ്വിരാജും. അച്ഛനായിട്ട് ഇവര് രണ്ടുപേരും അച്ഛന്മാരാണ്. ഒരാളുടെ അച്ഛൻ അങ്ങനെയല്ല കേട്ടോ, അത് കാണുന്ന സിനിമ ആരുടെ അച്ഛനാണ് അതൊന്നും പറയുന്നില്ല. ആരുടെ അച്ഛൻ എങ്ങനെയാണെന്ന് പറയുന്നത് സസ്പെൻസ് പറയുന്നില്ല. ഫിലിം കഴിയണത് അറിയില്ല കേട്ടോ. ഈ വലിയ വലിയ ബുദ്ധിജീവികൾ അയ്യോ അങ്ങനെ എങ്ങനെ സിനിമ അതൊന്നും അറിയില്ല. നമ്മളെ പോലുള്ള കുട്ടികളെയും കൊണ്ടുപോയിട്ട് മനസ്സമാത്തോടെ നല്ല അടിപൊളിയായിട്ട് സിനിമ ആണ്. അതായത് നമ്മളിപ്പോ കുറെ ആയി ശരിക്കും ഇങ്ങനെ ഫാമിലി ആയിട്ട് സന്തോഷമായിട്ട്, അതായത് അടി ഇടി ഇതല്ലാത്ത രീതിയില് അടി ഇടി അങ്ങനത്തെ വയലൻസ്, അല്ലെങ്കിൽ സങ്കടം വരും, അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും പൊട്ടയടിക്കും, എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. ഇതൊന്നും അല്ലാണ്ട് നല്ലൊരു സിനിമ കേട്ടോ. ഫാമിലി ആയിട്ട് പോയി കാണാൻ പറ്റി, ചിരിച്ച് കാണാൻ പറ്റി. ഞങ്ങളുടെ ഒരു മൈൻഡ് ഉള്ളവർക്ക് നല്ല സിനിമയാണ്. അല്ല ഭയങ്കര എന്തൊക്കെയോ ചിന്തിച്ചു കൂട്ടാനുള്ള സിനിമ മാത്രമേ കാണുന്നവർക്ക് പറ്റുമെന്നറിയില്ല. പക്ഷെ നല്ല രസമുണ്ട്, ഒരു എന്റർടൈനർ ആണ്. പിന്നെ ഇപ്പൊ ഇതില് പറയാന്ന് വെച്ചാൽ എടുത്തു പറയാനുള്ള ബേസിൽ അടിപൊളിയാണ് അല്ലെ. ഓരോ ക്യാരക്ടേഴ്സും അയ്യോ ആനന്ദേട്ടായിട്ട് കുറെ ട്രെയിലർ കണ്ട എല്ലാവർക്കും മനസ്സിലായിണ്ടാവും. ആനന്ദേട്ടന്റെ വിളി ആ ഒരു പറഞ്ഞറിയിക്കാൻ കഴിയില്ല. പൃഥ്വിരാജ് വളരെ നന്നായി ചെയ്തിരിക്കുന്നു. ഞാൻ കുറച്ച് സ്ഥലത്തൊക്കെ ഈ റിവ്യൂവിന്റെ അടിയിലൊക്കെ കമന്റ്സ് കണ്ടു പൃഥ്വിരാജിന്റെ ആ ഒരു ഇത് ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ടേ. പക്ഷെ അതൊന്നുമില്ല. പൃഥ്വിരാജ് കോമഡി അടിപൊളിയായിട്ട് ഹാൻഡിൽ ചെയ്തിരിക്കുന്നു, സൂപ്പറായിട്ട് ഹാൻഡിൽ ചെയ്തിരിക്കുന്നു. ജഗദീഷ് ആണെങ്കിലും പിന്നെ ഇപ്പൊ കുറെ ചെറിയ ക്യാരക്ടേഴ്സ് ഉണ്ട് ഈ സപ്പോർട്ടിംഗ് ആയിട്ടുള്ള. നമ്മളെ ആമിനത്താത്ത അല്ല ഇത് എല്ലാരും. പിന്നെ അശ്വിൻ മറ്റേ കോമഡി ഉത്സവം അല്ലെ, കോമഡി ഒരു ചിരി അശ്വിനായിരുന്നത് 10 മണിക്ക് മനസ്സിലായില്ലേ. അടിപൊളിയായിട്ടുണ്ട്. നിഖിലും പിന്നെ മറ്റേ അനശ്വര അവരൊക്കെ നല്ല നന്നായിട്ടുണ്ട്. പിന്നെ വേറെ ഒരു പ്രത്യേകത ഉള്ള പടമാണ് കേട്ടോ. ഒരു ഇത് അതിന്റെ കഥയും അതിന്റെ ട്വിസ്റ്റ് ഒന്നും അറിയാണ്ട് പോണ. അതെ ഞങ്ങളെ കണ്ടുള്ളൂ പക്ഷെ നമ്മള് പറയുന്നില്ല. ഗുരുവായൂർ അമ്പല നടയിൽ ലാസ്റ്റ് ഫൈറ്റ് സീൻ എന്തോ ചിലർക്ക് ചിലപ്പോ ജയിച്ചില്ലെന്ന് വരും. പക്ഷെ ഫൈറ്റ് അല്ല, ആ കശപിശ സീൻ നമുക്ക് അങ്ങനത്തെ ഫൈറ്റ് കുറെ പണ്ട് സിനിമയിലൊക്കെ ഉണ്ടായിരുന്നില്ല. അപ്പൊ ഞാനത് ശരിക്കും എൻജോയ് ചെയ്ത് കാണുമായിരുന്നു. ഇപ്പോഴും അങ്ങനത്തെ സിനിമയൊക്കെ വന്നാലല്ല അങ്ങനത്തെ പടങ്ങളില്ല. അങ്ങനത്തെ ഫിലിം ഇപ്പൊ വലിയ ബുദ്ധിജീവി പടങ്ങളാണല്ലോ. അങ്ങനത്തെ അല്ലാത്ത രീതിയിൽ ഒരു ജഗപൊക ഒരു മിക്സ് കല്യാണത്തിന്. ഇത് പറയുകയാണെങ്കിലേ കുറച്ചു ദിവസം ഇപ്പൊ ഞാൻ വെക്കേഷൻ ആയപ്പോ മോനൊന്നും പഴയ കുറെ സിനിമയൊന്നും കണ്ടിട്ടില്ലല്ലോ. അപ്പൊ ഹോട്ട്സ്റ്റാറിലും അവിടെ ഇവിടെ നിന്നൊക്കെ പഴയ സിനിമകളെ വെച്ചു കൊടുക്കും അവന്. പഴയ സിനിമ എന്ന് വെച്ചാൽ കോമഡി ഫിലിമില്ലേ പണ്ടത്തെ കല്യാണരാമൻ പോലെ, അതന്നെ കല്യാണരാമൻ. അതൊന്നും ഇവര് രണ്ടുപേരും ശരിക്കും കണ്ടിട്ടുണ്ടാവില്ല. അപ്പൊ അങ്ങനത്തെ കുറെ സിനിമകളുണ്ട് കേട്ടോ പണ്ട് ഇങ്ങനത്തെ കോമഡി മാത്രമായിട്ടുള്ള. ഇപ്പൊ ഈ കണ്ട ഫിലിമിന്റെ ഒരു ടൈപ്പ്. അപ്പൊ എന്നിട്ട് ഒരു ദിവസം എന്നോട് പറയാം അങ്ങനത്തെ ഒരുപാട് സിനിമകൾ കേട്ടോ അങ്ങനത്തെ കാണാറുള്ളൂ. അപ്പൊ ഇവ എന്നോട് പറയാം അമ്മയുടെയൊക്കെ ഭാഗ്യം കേട്ടോ, അമ്മയൊക്കെ സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുമ്പോ അമ്മയ്ക്ക് ഇങ്ങനത്തെ കോമഡി ഫിലിം ഒക്കെ കാണാൻ പറ്റിയിരുന്നില്ലേ. ഇപ്പൊ ഇതേപോലത്തെ ഫിലിം ഇല്ലല്ലോ. കറക്റ്റാണ് വയലൻസ്. അതന്നെ ഇപ്പൊ ഇവർക്ക് ഇതേപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല ഫിലിം കാണുമ്പോ പറയും. പക്ഷെ ആ ഒരു എൻജോയ്മെന്റ് ഇതൊന്നും കിട്ടി. 10 മണിക്ക് ഹാപ്പി അല്ലേ? കുട്ടപ്പൻ ഇഷ്ടപ്പെട്ടില്ലേ? നല്ല അടിപൊളി, ഒരുപാട് ചിരിച്ചത്. അല്ല ഭക്ഷണമൊക്കെ അല്ല എനിക്ക്
അല്ല എനിക്ക് എന്താ അറിയോ, അത് തന്നെ ഫുഡ് കഴിക്കുമ്പോഴൊക്കെ പടം കാണുന്ന സമയത്ത് ചിരിക്കുമ്പോ അത്രയും ചിരിക്കാണ്ട് പോപ്കോൺ വാങ്ങിച്ചു കൊടുത്തിട്ട് ചിരിക്കുമ്പോ ദേഷ്യം വരാം. ഞാൻ പറഞ്ഞു ചിരിക്കല്ലേ, അല്ലെങ്കിൽ പോപ്കോൺ നിർത്തി, കാരണം തലപ്പ് പോകുമെന്ന് പേടിച്ചിട്ട്. ഞാൻ സത്യം പറഞ്ഞ ഈ പടം നടക്കുന്ന സമയത്ത് ഇന്റർവെൽ ആ ഇന്റർവെല്ലിൽ ആയോ തോന്നിപ്പോയി അല്ലേ ഇതോ. നമുക്ക് പടം ചില പടം നമുക്ക് തോന്നിപ്പോവും പടം തീരരുത് എന്നുള്ളത്. അപ്പൊ ഇത്ര തന്നെ ഉള്ളൂ അല്ലേ ഇതോ. സൂപ്പർ സൂപ്പർ, എല്ലാരും ഹാപ്പി ആയിട്ട് പോയി കാണാം. ഫാമിലി കൊണ്ട് പോയിട്ട് കണ്ടോളൂ. ടിക്കറ്റിന് കൊടുക്കുന്ന പൈസ വെർത്താണ് എന്ന് ഞങ്ങളുടെ അഭിപ്രായം കേട്ടോ. ഞങ്ങളുടെ അഭിപ്രായം ഓരോരുത്തർക്കും ഓരോ അഭിപ്രായം ഉണ്ടായിരിക്കും. ഞങ്ങൾക്ക് ഇതുപോലെ ഇഷ്ടപ്പെട്ടിട്ട് ചിലവർക്ക് ഇഷ്ടപ്പെടാതിരിക്കുകയൊക്കെ ചെയ്യും, പറയാൻ പറ്റില്ല. പക്ഷെ അങ്ങനെ ഇഷ്ടപ്പെടാതിരിക്കില്ല. ഈ പടം ഇഷ്ടപ്പെടാതിരിക്കില്ല. ഇഷ്ടപ്പെടാതിരിക്കില്ല. പറയൂ. മുത്തുമണി പറ. കുട്ടി പറഞ്ഞോളൂ. എനിക്ക് ഭയങ്കര ഇഷ്ടമായുള്ള ഒരു പടമാണ്. ഭയങ്കര കോമഡി പടമാണ്. സത്യം ഇഷ്ടപ്പെട്ടു. ഏറ്റവും കൂടുതൽ എന്താ മൂവിയിൽ ഇഷ്ടപ്പെട്ടു മുത്തുമണിക്ക്? എല്ലാം ഇഷ്ടപ്പെട്ടു. അപ്പൊ ഇത്ര തന്നെ ഉള്ളൂ. വേറെ എല്ലാരും പോയി പടം കാണാം, തിയേറ്ററിൽ തന്നെ കാണാം. സൂപ്പർ മൂവിയാണ് കേട്ടോ അല്ലേ ഇതോ. ഓക്കെ, പിന്നെ അല്ല വേറൊരു കാര്യം പറയാൻ മറന്നു. ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന മ്യൂസിക് പാട്ട് അടിപൊളിയായിട്ടുണ്ട്. അടിപൊളി. അയ്യോ ബേസിൽ പൃഥ്വിരാജ് കാണുമ്പോ പഴയ ഒരു പ്രാവശ്യം കൂടി കാണുന്നത്. അപ്പൊ നമുക്ക് അതൊക്കെ ഒന്നും കൂടി കാക്കോത്തിക്കാവിലെ അപ്പൂപ്പൻ താടികളിലുള്ള മറ്റേ കണ്ണാന്തുമ്പി പോരാമോ എന്നുള്ള പാട്ട്, പിന്നെ അഴകിയ ലൈല. അത് അതെ അതൊരു നൊസ്റ്റാൾജിയ പാട്ടാണ് അഴകിയ ലൈല. അത് അടിപൊളിയായിട്ടുണ്ട്. അങ്ങനെ കുറച്ച് പഴയ മൂവിയുടെ പഴയ പടത്തിന്റെ കുറച്ച് കാര്യങ്ങളുണ്ട്. ഹാപ്പിയാണ് പൊതുവെ പടം കണ്ടതിൽ. പിന്നെ റിഗ്രറ്റ് ഇല്ല അല്ലെ ഇതോ, റിഗ്രറ്റ് ഇല്ല. അപ്പൊ എല്ലാരും പോയിട്ട് മൂവി കാണാം എന്ന് പറഞ്ഞില്ല. എന്ത് ഏതത് ഓളും പറയണ എന്റെ ആനന്ദേട്ടൻ കലക്കി. ആനന്ദേട്ടൻ മാത്രല്ല വിനുവും കലക്കി. വിനു രാമേന്ദ്രൻ ബേസില്. പിന്നെ യോഗി ബാബു ഉണ്ട്. യോഗി ബാബു കുഴപ്പമില്ല അങ്ങനെ. പിന്നെ മറ്റേ ചങ്ങാതി ഇതിലേ ഫാലിമിയില് കല്യാണം മുടക്കാൻ വരുന്നുണ്ടല്ലോ, അവന്തിലും ആ കാമുകൻ ഇതിലും കാമുകനായിട്ട് വന്നിട്ടുണ്ട്. നല്ല നന്നായിരുന്നു. ആരൊക്കെ അതൊക്കെ വിട്ടുപോയി എന്നുള്ള അറിയില്ല. നിഖില വിമല നന്നായിട്ടുണ്ട്. എല്ലാവരും നന്നായിട്ടുണ്ട് ഇല്ല ഇതോ. പിന്നെ അപ്പൊ അത്ര തന്നെയുള്ള എല്ലാവരും പോയിട്ട് തിയേറ്ററിൽ തന്നെ പടം കാണാം. Bye.